ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണം ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവട്ടും സാരി അതുപോലെ തന്നെ സെറ്റും മുണ്ടൊക്കെ എടുത്തിട്ടാണ് ഓണം ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് നമുക്ക് ഫ്രോക്ക് ഒക്കെ ഇട്ടിട്ട് ഓണം ലുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. സത്യത്തിൽ എനിക്ക് സാരിയും സെറ്റും കൊണ്ടൊന്നും എടുക്കാറില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് ഉടുപ്പിച്ച് തരാനും ആരുമില്ല. അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് വെച്ചിട്ട് ഞാനൊരു ലുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ലുക്കാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഞാൻ ഫൗണ്ടേഷനോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണില്ല കേട്ടോ. ഒന്നാമത് ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല, ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യാറില്ല. എനിക്ക് അല്ലാണ്ട് തന്നെ ഇരിക്കണതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടിക്ക് ഇറങ്ങി. അപ്പോൾ സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ടെല്ലാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു ഡോട്ട് ആൻഡ് കീയുടെ ടോണറാണ് കേട്ടോ. അപ്പം ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ആദ്യം ടോണർ ഇട്ട് കൊടുക്കാം. അപ്പം എല്ലാവരുടെയും ഓണമൊക്കെ എവിടെ വരെ എത്തി എന്നുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ കേട്ടോ. ഇപ്പം ഇന്ന് ഉത്രാടം, ഞാൻ കുറേ ദിവസമായി ഓണത്തിൻ്റെ ലുക്കിൻ്റെ വീഡിയോ ചെയ്യണം വിചാരിക്കണം. പക്ഷേ സമയം കിട്ടണമില്ല. പിന്നെ എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ടേ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ ഉത്രാടത്തിനെങ്കിലും എന്തെങ്കിലും ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഫോട്ടോസൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്തരാൻ ആരെങ്കിലുമൊക്കെ വേണ്ട. ഇന്നിപ്പോൾ അനിയനുണ്ട്, ഉണ്ണിയുണ്ട്, അപ്പോൾ അവനൊക്കെ എടുത്തു തരും. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഒരു ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു ജെൽ ടൈപ്പാണ്. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ടേ എന്തിട്ടാലും കുരു വരുന്ന ഒരു ടൈപ്പ് സ്കിന്നാണ്. ഈ ഒരു മോയ്സ്ചറൈസർ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല രീതിയിൽ വർക്കാവണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ അക്വാലോജിക്കയുടെ സൺസ്ക്രീനാണ് ഇട്ട് കൊടുക്കണത്. അപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ ചിലപ്പോൾ പുറത്തേക്ക് പോകേണ്ടി വരും. ഇനി കുറച്ച് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫാൻ ഇട്ടിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ മുഖം. പിന്നെ പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിനി ബാക്കി പരിപാടിയിലേക്ക് കടക്കണതിന് മുന്നേ ലിപ് ബാം ഇട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ലിപ് ബാം നേരത്തെ കൂട്ടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പൊന്ന് മോയ്സ്ചറൈസ് ആയിട്ട് സെറ്റായിട്ട് വരും. നമ്മൾ ലാസ്റ്റ് ലിപ്സ്റ്റിക് ഇടുന്ന ടൈം ആകുമ്പോഴത്തേക്കും. അപ്പോൾ ലിപ് ബാം അത് കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ലിപ് ബാം ഒന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലിപ്സ്റ്റിക് നല്ല സെറ്റായിട്ടിരിക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇതാണ് എൻ്റെ ഐബ്രോ സെറ്റ് ചെയ്യണ ഈ ടൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഐബ്രോസ് ജസ്റ്റ് ഞാൻ ഈ കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഡാസ്ലറിൻ്റെ ബ്ലാക്ക് ഐബ്രോ പെൻസിലാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. എനിക്ക് ബ്ലാക്ക് ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നല്ല അടിപൊളിയായിട്ട് ഐബ്രോസ് ഇരിക്കണ പോലെ എനിക്ക് തോന്നാറ്. അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഈരിക്കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എഴുതിയതൊക്കെ ഇങ്ങോട്ട് സെറ്റായിട്ട് നല്ല കട്ടിയായിട്ടുള്ള ഐബ്രോസ് കിട്ടും. ഞാൻ വേറെ എന്ത് മേക്കപ്പ് ചെയ്തില്ലെങ്കിലും ഐബ്രോസ് വരച്ചു കൊടുക്കും. അപ്പം തന്നെ എനിക്കൊരു ഏകദേശമൊക്കെ ഒന്ന് സെറ്റായ പോലെ, അതായത് കുറച്ച് ഭംഗിയൊക്കെ വെക്കണ പോലെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഇനി ഇതാണ്, ഇത് നമ്മുടെ ബ്ലഷാണ്. അപ്പോൾ കണ്ണിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ണ് എഴുതി കൊടുക്കാനായിട്ട് സത്യത്തിൽ ക്യാമറ നോക്കിയാൽ എനിക്ക് ഒട്ടും പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതന്നെ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഡാസ്ലറിൻ്റെ ഐലൈനർ തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത്. കുറേ കൊല്ലങ്ങളായിട്ട് ഈ ഒരു സാധനം മാത്രമാണ്. അപ്പോൾ ഈ കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. കണ്ണെഴുതിയപ്പോൾ ഞാൻ സുന്ദരിയില്ലേ. ഇനി പ്രത്യേകിച്ച് അപ്പോൾ ഞാൻ ഇനി പൊട്ട് തൊടാട്ടോ. എനിക്ക് പൊട്ട് തൊടാനായിട്ടേ എനിക്ക് ഐലൈനർ കൊണ്ട് മാത്രം പൊട്ട് തൊടാനാണ് എനിക്കിഷ്ടം. ഈ സ്റ്റിക്കർ പൊട്ടൊന്നും എനിക്കിഷ്ടമല്ല. അത് പണ്ട് തൊട്ടേ ഞാൻ ഉപയോഗിക്കാറില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ സാധനം ഇഷ്ടമല്ല. എന്തോ ഇഷ്ടമല്ല. അങ്ങനെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ട്? അത് എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ. പണ്ട് തൊട്ടേ എനിക്കിഷ്ടമല്ല. ട്രൈ ചെയ്ത് നോക്കാറുണ്ട്, പക്ഷെ എന്തോ ഒട്ടും താല്പര്യമില്ല. അപ്പോൾ ഞാൻ കൂടുതലായിട്ടും പിന്നെ ഞാൻ എൻ്റെ കല്യാണത്തിനാണ് സ്റ്റിക്കർ പൊട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ചില റെയറായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ എനിക്കുണ്ട്.
അപ്പോൾ ഈ ഐലൈനർ വെച്ചിട്ട് ഒരു ചെറിയ പൊട്ടൊക്കെ തൊടാം. ഇനി നമുക്ക് ബ്ലഷൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ബ്ലഷ് എനിക്ക് മൂക്കുമ്മ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷിങ് പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. മൂക്കുമ്മ കുറച്ചിട്ടാൽ മതി. കൂടിപ്പോയി, ഇട്ടത് കൂടിപ്പോയി. ക്യാമറയിൽ നോക്കിയിട്ട് ഇടുമ്പോഴേ അത്രയും കൂടി നമ്മൾ വിചാരിക്കണ പോലെ ആവണില്ല. അപ്പോൾ എൻ്റെ മൂക്ക് കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കാം. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് പിമ്പിൾസ് ഉള്ള കാരണം കൊണ്ട് ബ്ലഷ് ഇവിടെ ഞാൻ 2 സൈഡിലും ബ്ലഷ് ഇടാറില്ല. ഞാൻ മൂക്കിൻ്റെ ഇവിടെ മാത്രമാണ് കൂടുതലായിട്ട് ഇടാറുള്ളൂ. ഇവിടെയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുരുവിൻ്റെ ഇതും കൂടെ എടുത്തെടുത്ത് കാണിക്കണ പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ബ്ലഷൊക്കെ ഇട്ട് കൊടുത്തു. എനിക്ക് ക്യാമറയിൽ നോക്കുമ്പോൾ മൂക്കുമ്പോൾ ഇടിയിട്ട് പോലെ തോന്നണം, പക്ഷെ ഇങ്ങനെ കണ്ണാടിയിൽ നോക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഇനി ഈ ബ്ലഷ് കൊണ്ട് തന്നെ ഞാൻ സിന്ദൂരം തൊടാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇട്ടാ ഇത് നല്ല കളർ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നല്ലൊരു റെഡ് കളറാണ്. ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ മിക്കപ്പോഴും ചുരിദാറും നാടൻ വേഷങ്ങളൊക്കെ ഇടുമ്പോൾ ഉപയോഗിക്കാറുള്ളത്. ജസ്റ്റ് ഇങ്ങനെ കൊളിമട മെടഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് കുഞ്ഞ ക്ലിപ്പ് അങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പം ഇതാണ് എനിക്ക് ഇങ്ങനത്തെ ചുരിദാർ അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇടുമ്പോഴേ എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നാറുള്ളത്. ഇവിടെ ഞാനൊന്ന് പൊക്കി വയ്ക്കും. എൻ്റെ അമ്മ ഇതിനെ പറയണമെന്ന് തോന്നുന്നു, കിളിക്കൂട് ഉണ്ടാക്കി വെക്കുക. അത്ര ഇവിടെ കിളിക്കൂട് എനിക്കിങ്ങനെ ഇവിടെ ഈ ഭാഗത്ത് പൊങ്ങിയിരിക്കണം, എന്നാലാണ് കുറച്ചുകൂടെ രസമായിട്ട് തോന്നുന്നുള്ളൂ. എടുക്കണ ലിപ്സ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് 13 ഡിസ്ക്രേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല അടിപൊളി ഷെയ്ഡാണ്. ലൈറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നോർമലായിട്ട് അത്രയും കൂടി എടുത്ത് കാണിക്കില്ല, പക്ഷെ കുറച്ചുകൂടെ ഡാർക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫങ്ഷനൊക്കെ ഉള്ള ഒരു ലുക്കും കിട്ടും. അടിപൊളിയാണ്. അപ്പം നമുക്ക് ലിപ്സ്റ്റിക് ഇട്ടാം. അത്യാവശ്യം ഒരു 8 മണിക്കൂറെങ്കിലും ലോങ് ലാസ്റ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അധികം റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. 90 രൂപയാണെന്ന് തോന്നുന്നു. ഞാനൊരു ഷോപ്പിൽ നിന്നാണ് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ വേറൊരു ഷെയ്ഡ് തപ്പി പോയതാ, പക്ഷെ അത് കിട്ടിയില്ല. പകരം കിട്ടിയതാണിത്. പക്ഷെ ഇത് അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഒരുവിധം എല്ലാ സ്കിൻ ടോണുകാർക്കും ഇത് മാച്ച് ആവും. പക്ഷെ ഇത് ഈ കോസ്റ്റ്യൂമിൻ്റെ കൂടെ കുറച്ചും കൂടെ ഒന്നെടുത്ത് നിൽക്കണം എനിക്ക് തോന്നുന്നത്. ലാക്മേയുടെ ഒരു ഷെയ്ഡാണ്, റെഡ് കാൻഡി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. അപ്പം ഇതും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട് നോക്കാം. എന്താ മിക്സ് ആക്കിയപ്പോൾ അത്യാവശ്യം നല്ലൊരു ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻസൈഡിൻ്റെ ലിപ്സ്റ്റിക് ഇല്ലേ, ഇത് വെച്ചിട്ട് ഞാൻ ലിപ് ലൈനർ പോലെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വരച്ചു കൊടുക്കും. അപ്പം നല്ലൊരു ഫിനിഷിങ് കിട്ടണ പോലെ കേട്ടോ തോന്നുക. ലൈറ്റായിട്ട് അരയ്ക്കുള്ള ഇങ്ങനത്തെ പരിപാടി നമ്മുടെ ചന്ദനം വരയ്ക്കണം. ചന്ദനം വരച്ചാലാണ് ഓണത്തിൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് വരുള്ളൂ. അപ്പം നമുക്ക് ചന്ദനം എടുത്തിട്ട് വരാം. അപ്പം ഈ കുറിയൊക്കെ വരച്ചപ്പോൾ ഒരു ഐശ്വര്യമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒരു സാധനം നമ്മൾ മിസ്സിങ് ആണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കമ്മലാണ് കേട്ടോ. അപ്പോൾ ഇനി വേറെ ഓർണമെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഈ ഒരു എനിക്ക് മാല അങ്ങനെ ഹെവി ആയിട്ടൊന്നും ഇടുന്നത് ഇഷ്ടമല്ല. വളയും പിന്നെ ഓൾറെഡി വളയുണ്ട്. ഈ 2 വളയും ഊരാൻ കിട്ടൂല. അത് കാരണം കൊണ്ട് നമുക്ക് കമ്മൽ മാത്രമായിട്ട് ഇടാം. കമ്മലൊന്നും ഞാൻ ഓണായിട്ട് പുതിയത് വാങ്ങിച്ചില്ല കേട്ടോ. ചേട്ടനോട് ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ചേട്ടൻ, ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കണത്, അപ്പം ചേട്ടൻ വന്നിട്ടില്ല. അപ്പം ചേട്ടൻ വന്നിട്ട് പോയിട്ട് വാങ്ങിക്കാന്നൊക്കെ വിചാരിച്ചത്. പിന്നെ കുറേ കമ്മൽ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ ഇടാന്ന് വിചാരിച്ച് ഈ ഒരു കമ്മലിട്ടാൽ രസം ഉണ്ടാവും. ഒരു ജുമുക്കുണ്ട്. ജുമുക്ക് ഇട്ടാലും ഒരു നല്ല സ്പെഷ്യൽ ലുക്ക് കിട്ടും. ഇതെൻ്റെ കല്യാണത്തിൻ്റെ കമ്മലാട്ടാ. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാ എന്താ പറയുക മേക്കപ്പ് ലുക്കിന് ഞാൻ ഈ ഒരു കമ്മൽ യൂസ് ചെയ്യാറുണ്ട്. ഇതിനേക്കാളും കുറച്ചും കൂടെ രസം ഈ ജുമുക്ക് ഇടുമ്പോഴല്ലേ. കമ്മലിട്ടപ്പോൾ കുറച്ച് ഹെവി ആയിട്ട പോലെ തോന്നുന്നുണ്ടല്ലോ. ഞാനേ അങ്ങനെ വലിയ കമ്മലൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. കുഞ്ഞു കമ്മൽ മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ വലിയ കമ്മൽ ഇടുമ്പോൾ കുറേ നാളായിട്ട് ഇടാണ്ട് ഇടുമ്പോൾ
എന്തോ പോലെ തോന്നുന്നുണ്ട്. അപ്പം ദേ നമ്മുടെ ലുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഓണം ലുക്ക്? അപ്പോൾ ഓണം ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ എല്ലാവരും കമൻറ്റ് ഇട്ടോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഓണം ലുക്ക്. ഇനി നമുക്കൊരു ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ട് വരാം. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ ഓണത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് പിന്നാലെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.